അസൂയപ്പെടേണ്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിന്. അത്രയും എന്താ വെച്ചാൽ ഇവിടുന്ന് അത്രയും സ്നേഹം കിട്ടി വളർന്ന ആളാണ്. ഈ അമ്മയുടെ 8 മക്കളിൽ ഇദ്ദേഹം മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വന്ന് കാല് മുഴുവൻ പഴുത്ത് എന്നിട്ട് അമ്മയുടെ മടിയിൽ നിന്ന് മാറാതെ 7 വയസ്സിൽ 5ാം ക്ലാസ്സിൽ ചേരുമായിരുന്നു. അതുവരെ സ്കൂളിൽ കൂടി പോവാതെ അമ്മയുടെ ഒക്കത്തായിരുന്നു. അതായത് അമ്മയുടെ സ്നേഹം വേണ്ടുവോളം കിട്ടിയ ഒരാളാണ്. ആ സ്നേഹം സത്യം പറഞ്ഞാൽ എനിക്ക് അതുപോലെ അമ്മയെ പോലെ തോന്നിയിട്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ എൻ്റെ അമ്മയെ പോലെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ആ ഒരു സ്നേഹം എന്നോട് അവസാനം വരെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് പ്രേമമാണ്. അങ്ങനെയാണ് ആ മുറിയിൽ പത്മരാജൻ്റെ മുറിയിൽ ഇത്ര പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കും പറഞ്ഞിട്ട്. പെൺകുട്ടികൾ വന്നോട്ടെ, അവിടെ കിടന്നോട്ടെ, നമുക്കെന്താ വേണം എന്നുള്ള അത്രയേ ഉള്ളൂ. അതല്ല, ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഈ കണ്ണുകളും ഒക്കെ കൂടിയായിട്ട് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം. ഒരുപാട് പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പം തോന്നിയത് എന്നോടായിരിക്കാം. ഈ ആരാധികമാരിൽ നിന്നൊക്കെ രക്ഷിച്ചെടുക്കേണ്ട വിധവും കൂടെ ഉണ്ടല്ലോ. രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അദ്ദേഹം താൻ രക്ഷപ്പെട്ടോളും. അതിനുള്ള ഇതൊക്കെ അതേക്കുറിച്ചൊന്നും നമ്മൾ ഒരു സംശയവും എനിക്കില്ലല്ലോ, ഒരിക്കലും ഇല്ല. അതെന്താ സംശയമൊന്നും ഇല്ലാതെ പോയത്? അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. സ്നേഹം എല്ലാത്തിൻ്റെയും റദ്ദയോ ഇത്ര? പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ അങ്ങേയറ്റം സ്നേഹിക്കും. അവർ പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കും. അവർ കാണിക്കുന്നതെല്ലാം ശരിയാണെന്ന് തോന്നും, അല്ലെങ്കിൽ നമ്മൾ അവരോട് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നു പറയും. നമ്മൾ അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്നേഹമാണ് എല്ലാം. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നല്ലേ പറയുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ഇല്ലാതാക്കാം എന്നാണ്. ശരിക്കും അത് റിയൽ സ്നേഹമായിരിക്കണം, അത്രേ ഉള്ളൂ. അവിടെ ഒരു സ്നേഹത്തിനെ നമുക്ക് കള്ളത്തരം കൊണ്ട് പറ്റിക്കാൻ പറ്റില്ല.